ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ എയർ ഫൈബറും നോർമൽ ഫൈബർ കണക്ഷനും തമ്മിലുള്ള വ്യത്യാസവും അല്ലെങ്കിൽ ഏത് നമുക്ക് എടുക്കണം എന്ന് നോക്കാം. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരു എയർ ഫൈബറിൻ്റെ കുതിച്ചുചാട്ടം നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അതായത് ജിയോ ആയാലും എയർടെൽ ആയാലും എയർ ഫൈബറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും തങ്ങളുടെ അതായത് പുതിയതായിട്ട് വരുന്ന ലീഡുകളെ മിക്കതും എയർ ഫൈബറിലോട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നൊരു സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ എയർ ഫൈബറിലോട്ട് വരുമ്പോൾ നമുക്കത് എയർ ഫൈബർ ആണോ മെച്ചം, അതായത് നമ്മളൊരു കസ്റ്റമർ എന്നൊരു പോയിൻ്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ നമുക്കത് എയർ ഫൈബർ എടുക്കുന്നതാണോ മെച്ചം, അല്ലെങ്കിൽ നമുക്ക് നോർമലി ഇപ്പോൾ ഉള്ള ഒരു ഫൈബർ കണക്ടിവിറ്റി നോർമൽ ഫൈബർ കണക്ഷനാണോ നല്ലത് എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ നോക്കാം. നമുക്കൊരു 5 കാറ്റഗറി ആയിട്ട് നമുക്കിതിനെ കാണാം. അതായത് 1 ഇതിൻ്റെ കണക്ടിവിറ്റി, 2 വൈഫൈ കവറേജ്, 3 സ്പീഡ്, 4 കംപ്ലയിൻസ്, 5 ക്യാഷ്, അതായത് മണി നമ്മൾ എത്ര ക്യാഷ് കൊടുക്കണം എടുക്കാനുള്ളതെന്നും നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ എക്സെട്ര. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കണക്ടിവിറ്റി നോക്കാം. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എയർ ഫൈബർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, 5G സിം ഉള്ള സ്ഥലത്ത്, 5G കണക്ടിവിറ്റി, മൊബൈൽ കണക്ടിവിറ്റി കേട്ടോ, 5G വൈഫൈ ബാൻഡ് വിത്ത് അല്ല പറയുന്നത്, മൊബൈൽ കണക്ടിവിറ്റി, മൊബൈലിൻ്റെ സെല്ലുലാർ 5G ഉള്ളിടത്തെല്ലാം നമുക്ക് ആ ഒരു എയർ ഫൈബർ ലഭ്യമാണ്. ഫൈബറിനെ കുറിച്ച്, അതായത് ജിയോ ഫൈബർ ആയാലും അല്ലെങ്കിൽ ഏഷ്യൻ്റെ ആയാലും എയർടെലിൻ്റെ ആയാലും ഫൈബർ കണക്ടിവിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നോർമൽ ഫൈബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ഫീസിബിളാണ്, അതായത് അവരുടെ കേബിൾ എവിടേക്ക് വന്നിട്ടുണ്ട്, അവരുടെ കേബിൾ എവിടേക്ക് വന്നിട്ടുണ്ട്, അവിടേക്ക് നമുക്ക് കണക്ടിവിറ്റി കിട്ടാനായിട്ട് 5G വേണമെന്നില്ല. നമുക്ക് നമ്മുടെ ആ ഒരു ഭാഗത്ത് ഈ ഒരു കേബിൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കണക്ടിവിറ്റി കിട്ടും. പിന്നെ ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ, അഡ്വാൻറ്റേജ് ചില സ്ഥലത്ത് നമുക്ക് ഈ ഒരു ഫൈബർ കേബിൾ വന്നിട്ടുണ്ടാവില്ല. ഫൈബർ കേബിൾ വരാത്ത സ്ഥലങ്ങളിലൊക്കെ 5G കണക്ടിവിറ്റി ഉള്ള സ്ഥലമാണെങ്കിൽ, റിമോട്ട് ഏരിയയിൽ മറ്റ് 5G കണക്ടിവിറ്റി, ഇപ്പോൾ 5Gയുടെ കണക്ടിവിറ്റി എല്ലാ സെല്ലുലാർ കമ്പനികളും വളരെ വേഗത്തിൽ തന്നെ ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഏരിയകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു ആ ഒരു ഫൈബർ കേബിൾ വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്കൊരു ഫൈബർ കണക്ടിവിറ്റി നമുക്ക് 5G സിമ്മിലൂടെ എയർ ഫൈബറിലൂടെ എടുക്കാവുന്നതാണ്. രണ്ടാമത് വരുന്നതാണ് സ്പീഡ് നമുക്കറിയാം എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമുള്ളതാണ് വൈഫൈ സ്പീഡ് എന്നുള്ളത്. സ്പീഡ് എയർ ഫൈബറിനാണോ ഫൈബറിനാണോ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് എയർ ഫൈബറിനെ എടുക്കുകയാണെങ്കിൽ എയർ ഫൈബറിൻ്റെ ഒരു 100 Mbps പ്ലാനുകളാണ് കൂടുതലായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 100 Mbps പ്ലാനുകളിൽ തന്നെ ആ ഒരു സ്പീഡ് അത്ര കൺസിസ്റ്റൻ്റ് ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കൺസിസ്റ്റൻ്റ് ആണ്, പക്ഷേ ഒരുപാട് ആൾക്കാർ കൺസിസ്റ്റൻ്റ് അല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫൈബറിൻ്റെ കാര്യങ്ങളിൽ, അതായത് നമ്മൾ വയറിലോട്ട് നമ്മുടെ ബ്രോഡ്ബാൻഡ് കേബിൾ വഴി വരുന്ന ഫൈബർ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ അത് ഓക്കെയാണ്. എയർ ഫൈബർ പോലെയല്ല, നല്ല സ്പീഡ് നമുക്ക് ഫൈബറിൽ തന്നെ കിട്ടും, നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ള സ്പീഡ് നമുക്ക് കിട്ടും. പക്ഷേ എയർ ഫൈബറിലെ സ്പീഡ് അത്ര ഒരു നല്ല അഭിപ്രായമല്ല പൊതുവേ കേൾക്കുന്നത്. സ്പീഡ് 100 Mbps സ്പീഡാണ് വരുന്നത്. പിന്നെ അപ്ലോഡിംഗ് സ്പീഡിലും മറ്റും ഇഷ്യൂസ് ഉണ്ടെന്ന് കേൾക്കുന്നു. നിങ്ങൾ ആരെങ്കിലും എയർ ഫൈബർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ സ്പീഡിൻ്റെ കേസിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫൈബർ കണക്ടിവിറ്റി നമ്മുടെ നോർമൽ ഫൈബർ കണക്ഷൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. സോ അതാണ് സ്പീഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ. പിന്നെ വൈഫൈ റേഞ്ചിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ജിയോ എയർ ഫൈബറിൻ്റെ ആയാലും ഒരു റൗട്ടറുണ്ട്, എയർ ഫൈബറിനായാലും റൗട്ടറുണ്ട്, നോർമൽ ഫൈബറിനായാലും റൗട്ടറുണ്ട്. ഈ ഞാൻ 2 റൗട്ടറുകൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 റൗട്ടറിലെ ആ ഒരു റേഞ്ചിൻ്റെ കാര്യം, വൈഫൈ കവറേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ഒരുപോലെ തന്നെയാണ്. വേറെ പ്രത്യേകിച്ചൊരു കൂടുതലും കുറച്ചിലൊന്നുമില്ല. ആ ഒരു 2, അതായത് എയർ ഫൈബറിൻ്റെ റൗട്ടറിൽ നിന്നും അതുപോലെ തന്നെ ഫൈബറിൻ്റെ റൗട്ടറിൽ നിന്നും വരുന്ന വൈഫൈ കവറേജ് എല്ലാം ഏതാണ്ടൊക്കെ സിമിലർ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. 2ൻ്റെ ഒരുപോലെയൊക്കെ തന്നെയാണ് വൈഫൈ. ഇനി വരുന്നതാണ് കംപ്ലയിൻസ് പറയുകയാണെങ്കിൽ നമുക്ക് എയർ ഫൈബറിൽ കമ്പാരിറ്റീവ്ലി കംപ്ലയിൻസ് കുറവായിരിക്കും ജിയോ ഫൈബറിനെ, സാധാ ഫൈബറിനെ വെച്ച് നോക്കുമ്പോൾ. കാരണം എയർ ഫൈബറിൽ, അപ്പോൾ എയർടെൽ ആയാലും ജിയോ ആയാലും എയർ ഫൈബറിൽ നമുക്കറിയാം എയർ ആയിട്ട് വരുന്നത്, ബൈ എയറിലാണ് വരുന്നത്. എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ ഒരു കണക്ടിവിറ്റി ലോസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നോർമൽ ഫൈബർ വരുന്നത് നമുക്കറിയാം പോസ്റ്റിലൂടെയൊക്കെ കേബിൾ വലിച്ച് സ്പ്ലിറ്റ് ചെയ്താണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു ബ്രേക്ക് വന്നാലോ ഫൈബർ ലോസ് വന്നാലോ ഫൈബർ ബ്രേക്ക് വന്നാലൊക്കെ നമുക്ക് ആ ഒരു കണക്ടിവിറ്റി പോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ നോർമൽ ഫൈബറിലാണ്. എന്നാൽ എയർ ഫൈബറിൽ അത്തരത്തിലുള്ള കണക്ടിവിറ്റി ലോസ് വളരെ കുറവായിരിക്കാനാണ് സാധ്യത. കാരണം അധികം കണക്ടിവിറ്റി ലോസ് വരില്ല, കാരണം ആ ഒരു എയർ തന്നെ വരുന്നതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായിട്ട് തന്നെ ഉപയോഗിക്കാതെ കണക്ടിവിറ്റി കംപ്ലയിൻസ് കുറവായിരിക്കും. ഇഷ്യൂസ് വരാത്തതുകൊണ്ട് തന്നെ കംപ്ലയിൻസ് കൂടുതലും എയർ ഫൈബറിനായിരിക്കും വരുന്നത്. എയർ ഫൈബറിന് കംപ്ലയിൻസ് കുറവായിരിക്കും. ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ സബ്സ്ക്രിപ്ഷനിലുള്ള ക്യാഷ്. അതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. ക്യാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എയർ ഫൈബർ എടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് ഉണ്ടാവും. 1000 rupees നോർമലി ജിയോ ആണെങ്കിലും എയർടെൽ ആയാലൊക്കെ ആദ്യം 1500 ഓരോ വേരിയേഷൻ ഉണ്ട് ഓരോ സ്ഥലത്തും. എന്നാൽ ആ ഒരു എമൗണ്ട് നമ്മൾ ആദ്യം തന്നെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിവൈസ് എല്ലാം അവരുടെ ഡിവൈസാണ്, അവർ 6 മാസത്തെ പ്ലാൻ, ഒരു ഡിഫറൻറ്റ് പ്ലാനുകളാണ്. ആ ഒരു പ്ലാനുകളിൽ എയർ ഫൈബർ ചാർജ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് കണക്ഷൻ തരുന്നത്. പിന്നെ ഈ ഒരു ഇനീഷ്യൽ കോസ്റ്റ് നമ്മൾ അടച്ചു കഴിഞ്ഞതിന് ശേഷം കണക്ഷൻ കിട്ടാത്ത പക്ഷം നമുക്കത് റീഫണ്ട് കിട്ടാനൊക്കെ കുറച്ച് താമസമൊക്കെ എയർ ഫൈബറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ആ ഒരു തുകയാണ്, ആ ഒരു 1500 രൂപയ്ക്ക് നമുക്ക് ബുക്ക് ചെയ്യാം. അതിനുശേഷം ആ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എത്രയാണോ 3 മാസത്തേക്ക് 6 മാസത്തേക്ക് എടുത്തിട്ട് ആ ഒരു പ്ലാനിലൂടെയാണ് നമുക്ക് അത് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് OTT പ്ലാറ്റ്ഫോമുകൾ ഒരു പ്ലാനിൽ തന്നെ എയർ ഫൈബർ കൊടുക്കുന്നുണ്ട്. അതായത് നോർമൽ ഫൈബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നോർമൽ ഫൈബറിൽ
ക്യാഷ് ഈ കമ്പാരിറ്റീവ്ലി എയർ ഫൈബറിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. എയർ ഫൈബർ ഓഫേഴ്സൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ചിലപ്പോൾ മോഡം ഫ്രീയും ഇൻസ്റ്റലേഷൻ ഫ്രീ അങ്ങനെ എല്ലാം ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് കണക്ടിവിറ്റി കിട്ടാറുണ്ട്. ഇപ്പോൾ കേരള വിഷൻ്റെ ആയാലും ഏഷ്യൻ്റെ ആയാലും ചില സമയത്ത് ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ കിട്ടാറുണ്ട്. അതിന് പുറമെയാണെങ്കിൽ നമുക്ക് അത്ര വലിയൊരു റേറ്റ് നമുക്ക് ഒരു ഇനീഷ്യൽ കോസ്റ്റ് നമുക്ക് ആ ഒരു ഫൈബർ കണക്ഷൻ എടുക്കാനായിട്ട് വരുന്നില്ല. അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നോക്കുകയാണെങ്കിലും ഫൈബർ കണക്ഷനാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ ഒരു എയർ ഫൈബർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക, ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരുന്ന ഒരു 5 പോയിന്റുകളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആയാലും എയർ ഫൈബർ ആയാലും ഫൈബർ ആയാലും ഏതായാലും കണക്ടിവിറ്റി എടുക്കുന്നതെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. കേരളത്തിൽ എവിടെയായാലും നമുക്ക് ഫീസിബിൾ ആണെങ്കിൽ സർവീസ് തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.